നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുറത്താക്കപ്പെട്ട സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ ഭാര്യ അസ്മ അൽ അസദ് ഗുരുതരമായ രക്താർബുദത്തിന്റെ പിടിയിലാണെന്ന് റിപ്പോർട്ടുകൾ. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പകുതി സാധ്യത മാത്രമേ ഉള്ളൂ എന്നും അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഒറ്റപ്പെട്ട് കഴിയുകയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതാദ്യമായല്ല അസ്മയ്ക്ക് ക്യാൻസർ ബാധിക്കുന്നത്. 2019 അവർക്ക് സ്തനാർബുദം സ്ഥിരീകരിച്ചിരുന്നു. ഒരു വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം രോഗമുക്തയായതായി അവർ തന്നെ പ്രഖ്യാപിക്കുകയുമായിരുന്നു. അടുത്തിടെയാണ് രക്താർബുദം സ്ഥിരീകരിച്ചത്. സിറിയൻ പൗരത്വത്തിന് പുറമെ അസ്മയ്ക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ട്. സിറിയയിൽ കലാപം ആരംഭിച്ചതു മുതൽ അസ്മ ബ്രിട്ടനിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ മോസ്കോയിൽ റഷ്യൻ സർക്കാരിന്റെ സംരക്ഷണയിലാണ് അസദും അസ്മയും കഴിയുന്നത്. ജീവിതത്തിൽ അതൃപ്തിയുള്ളതിനാൽ അസദിൽ നിന്ന് വിവാഹമോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതെല്ലാം തെറ്റാണെന്നായിരുന്നു റഷ്യൻ അധികൃതർ വ്യക്തമാക്കിയത്. രാജ്യം വിടാൻ പ്രത്യേക അനുമതി ആവശ്യപ്പെട്ട് റഷ്യൻ കോടതിയിൽ അസ്മ അപേക്ഷ നൽകിയതായും അതിപ്പോൾ ബന്ധപ്പെട്ടവരുടെ പരിഗണനയിലാണെന്നുമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് തള്ളാനോ കൊള്ളാനോ റഷ്യ തയ്യാറായിട്ടില്ല. വർഷങ്ങൾ നീണ്ട ആഭ്യന്തര യുദ്ധത്തിന് ശേഷമാണ് സിറിയയുടെ അധികാരം വിമതർ പിടിച്ചെടുത്തത്. ആഭ്യന്തര യുദ്ധകാലത്ത് ആയിരക്കണക്കിന് പേരെ അതിക്രൂരമായാണ് അസദ് ഭരണകൂടം കൊലപ്പെടുത്തിയത്. അധികാരം നഷ്ടമായതോടെ അസദ് കുടുംബത്തോടൊപ്പം റഷ്യയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു. റഷ്യയിൽ അഭയം ലഭിച്ചുവെങ്കിലും കടുത്ത നിയന്ത്രണങ്ങളാണ് അസദ് നേരിടുന്നത്. അദ്ദേഹത്തിന്റെ അക്കൗണ്ടുകൾ മരവിച്ചതിനൊപ്പം കയ്യിലുണ്ടായിരുന്ന കോടികൾ വില വരുന്ന സ്വർണവും റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട്. മോസ്കോ വിടുന്നതിനും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും വിലക്കുണ്ട്. 1971 മുതൽ 2000 വരെ ഭരിച്ച പിതാവ് ഹഫീസ് അൽ അസദിന്റെ പിൻഗാമിയായി 2000 അധികാരമേറ്റ ബഷാർ അൽ അസാദ് 24 വർഷം പ്രസിഡന്റായിരുന്നു. റഷ്യ അദ്ദേഹത്തിന്റെ അഭയ അഭ്യർത്ഥന അംഗീകരിച്ചെങ്കിലും ബഷാർ അൽ അസദ് കടുത്ത നിയന്ത്രണങ്ങൾ നേരിടുന്നുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. മോസ്കോ വിടാനോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ അദ്ദേഹത്തിന് അനുവാദമില്ല. 270 കിലോഗ്രാം സ്വർണവും $2 ബില്യൺ മോസ്കോയിലെ 18 അപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടുന്ന അദ്ദേഹത്തിന്റെ പണവും സ്വത്തുക്കളും റഷ്യൻ അധികൃതർ മരവിപ്പിച്ചതായി ജെറുസലേം പോസ്റ്റും റിപ്പോർട്ട് ചെയ്യുന്നു. ബഷർ അൽ അസദിന്റെ സഹോദരൻ മഹർ അൽ അസദിനെ റഷ്യയിൽ അഭയം ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കുടുംബവും വീട്ടുതടങ്കിലാണെന്നും സൗദി തുർക്കി റിപ്പോർട്ടുകൾ പറയുന്നു. മഹറിന്റെ അഭയ അഭ്യർത്ഥന ഇപ്പോഴും അവലോകനത്തിലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്.